ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ തന്നെയാണ്. അത് നമ്മുടെ പള്ളിയിൽ എല്ലാവരും കൂടി ചേർന്ന്, പള്ളിയിലെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഓണം സെലിബ്രേഷൻ. അപ്പം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. അച്ചാച്ചൻ്റെ കൂടെയാണ് പോകുന്നത്. അച്ചാച്ചനും വീട്ടും ഫ്രണ്ടിലിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇനി നേരെ പള്ളിയിലേക്ക് പോവാണ്. അനുവിൻ്റെ കുഞ്ഞുണ്ട്. പിന്നെ ചോട്ടുവാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം അവളുടെ ആൻറ്റിയെ കണ്ടതുകൊണ്ട് ആദ്യമേ അവൾ ആൻറ്റിയുടെ തോളിൽ കയറി അങ്ങനെ ഇരുന്നു. പിന്നെ ഇനിയിപ്പോൾ അവളെ കിട്ടാൻ പാടാണ്. അപ്പോൾ ഇനി അവൾ ആഷ്ലിയും ഇതൊക്കെ കൂടെ അങ്ങ് കളിച്ചങ്ങ് നടന്നോളൂ. ഇവിടെ പ്രോഗ്രാംസ് ഒന്നും സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ 4 ടീംസായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ടീമുകളും പൂക്കളം അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും വന്നതിന് ശേഷം അവിടെ എല്ലാവരുമായിട്ടിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ പാലക്കാട് നിന്ന് വന്നതേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ വേഗം റെഡിയായി പിന്നെ നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പം 4 ടീമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഞങ്ങളുടെ ടീമിൻ്റെ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളതിലൊന്നും പങ്കെടുത്തില്ല. കാരണം ചോട്ടുമായിട്ട് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ചോട്ട് ഉള്ളതിനെ കൂടി കുളമാക്കി വിടുന്നുള്ളതുകൊണ്ട് നമ്മൾ ആ വഴിക്കൊന്നും പോയില്ല. അവരവിടെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് 4 ടീമുകൾ. പപ്പടം, രസം, ഉപ്പേരി, പിന്നെ പായസം. ഞങ്ങൾ പപ്പടം ടീമാണ്. നന്നുമോള് രസം, നന്നുമോളുടെ കുഞ്ഞയൊക്കെ ഉപ്പേരി. പായസത്തിൽ നമുക്ക് പരിചയമുള്ള ആരുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മളവിടെ കുറേ നേരം നമ്മൾ ഇച്ചിരി നേരത്തെയാണ് എത്തിയത്. അപ്പോൾ ഒത്തിരി നേരം അവിടെ നമ്മൾ വെറുതെ ഒക്കെ അങ്ങനെ ഇരുന്നു. പൂക്കളമൊക്കെ നോക്കാൻ പോയി. അങ്ങനെയൊക്കെ നമ്മൾ കുറേ നേരം സമയം അങ്ങനെ അങ്ങ് നമ്മൾ അവിടെയൊക്കെ നിന്നൊക്കെ കളഞ്ഞു. കഴിഞ്ഞ 2 വർഷവും ഞങ്ങൾ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ ഓണം സെലിബ്രേഷന് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. മീട്ടു അച്ചാച്ചൻ്റെ ഒക്കെ കൂടെ പോയായിരുന്നു. പക്ഷെ ഞങ്ങൾ പങ്കെടുത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പങ്കെടുക്കാനായിട്ട്, അതുകൊണ്ടാണ് പാലക്കാട് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. മീട്ടോനും നന്നുവിനൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ചോട്ടു പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ വലയിൽ തൂങ്ങി നടക്കുന്ന പോലെയായിരുന്നു എപ്പോഴും. അവൾക്ക് പറ്റിയ ആരെയും കിട്ടാത്തത് കൊണ്ട് അവൾ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇങ്ങനെ നടക്കുകയായിരുന്നു. എൻ്റെ കൂടെ അല്ല, നന്നുവിൻ്റെ കുഞ്ഞാടെ കൂടെ ആയിരുന്നു. നന്നുവിൻ്റെ കുഞ്ഞാണ് ചോട്ടുവിനെ എപ്പോഴും എടുത്തുകൊണ്ട് നടന്നത്. ഏകദേശം 1 മണിയോട് അടുത്തപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തിരുവാതിരക്കളിയോട് കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ ചെറിയൊരു സ്റ്റോള് പോലെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ടോയ്സും കാര്യങ്ങളും അങ്ങനത്തെ ടൈഗറിൻ്റെ മുഖംമൂടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ടൈഗറിൻ്റെ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചോട്ടു പേടിച്ച് വല്യപ്പയുടെ അടുത്ത് പോയി ഇങ്ങനെ പേടിച്ച് വരണ്ട് വല്യപ്പയുടെ മടി കയറിയിരിക്കുവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരുവാതിരക്കളി കഴിഞ്ഞതും പിന്നെ ഫുഡ് 1 മണി അപ്പോഴത്തേക്കും ആയതുകൊണ്ട് ഫുഡൊക്കെ സദ്യ വിളമ്പാൻ തുടങ്ങിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത കലാപരിപാടികളൊക്കെ ഉള്ളത്. അപ്പം നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പാട്ട് സൂപ്പറായിരുന്നില്ലേ? ചോട്ടുവിൻ്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ചോട്ടു പയ്യെ കളത്തിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത്. ലിയാൻ വന്നതിന് ശേഷമാണ് ചോട്ടു ഇച്ചിരിയായിട്ട്, ഇപ്പോഴും ശരിയായിട്ടില്ല, എന്നാലും കുറച്ചായിട്ട് കളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു, സദ്യയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കുഞ്ഞു കുറച്ച് ചെറിയ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കത് കാണാം. Apa bisa cepat sih ya?
ഇതാണ് വന്നിരിക്കുന്നത്. സൂര്യക്ക് ശേഷം സുന്ദരിക്ക് പൊട്ടുകടൽ. എല്ലാ വനിതകൾക്കും പങ്കെടുക്കാവുന്നതാണ്. സുന്ദരിക്ക് പൊട്ടുകടൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്ന പ്രോഗ്രാമാണ് സുന്ദരിക്ക് പൊട്ടുകടൽ. ടീം പപ്പടം, പപ്പടത്തിന്റെ വാശിയേറിയ കലമടി, പപ്പടം പഠിക്കുന്നവരോട് പഠിച്ചേ. ടീം പപ്പടം. ചെവിയിൽ തന്നെ പൊട്ടുകുത്തിയിരിക്കുകയാണ്. ചെവിയിൽ പൊട്ടുകുത്തിയ ഡിജ ചേച്ചി. മത്സരിക്കാനെത്തുന്നു പൊട്ടുവിന്റെ അമ്മ. പേരറിഞ്ഞൂടെ ആന്റിയുടെ. ഗ്രേസി ആന്റിയാണ് അടുത്ത് മത്സരിക്കാനായി കടന്നു വരുന്നത്. ആന്റിക്ക് കണ്ണ് കാണാമെന്നാണ് തോന്നുന്നത്. അലൻജി സാംസൺ. തമ്മിലുള്ള മത്സരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആവേശകരമായ മത്സരമാണ്. ആവേശകരമായ മത്സരം. അങ്ങനെ രാത്രി 10 മണി വരെ അവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ പാട്ടും ഡാൻസും ഗ്രൂപ്പ് ഡാൻസും അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ മലയാളി മംഗ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ദ ഇന്ത്യൻ സർക്കസ് ബാൻഡിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 12 മണി 12:30 ആയായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ തീർന്നു. ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടി നമുക്ക് കാത്തിരിപ്പ് തുടങ്ങാം. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.